Hi, good morning, everybody. Good morning, teacher. How are you? Teacher. Fine, thank you. Okay, How are good. you? Fine. Thank you. I'm fine, thank you. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ടൈം ആയി. All of you take your textbook. Textbook. ഓക്കെ, നമുക്ക് ഏത് ലെസൺ 3 വരെയാണ് നമ്മൾ എടുത്തത് അല്ലേ? ലെസൺ 3 കഴിഞ്ഞില്ല. എവിടെയാ? പേജ് നമ്പർ 9 വരെ കഴിഞ്ഞു അല്ലേ? പേജ് നമ്പർ 10. ചിത്രോം കോ ശബ്ദോം സെ മിലാവോ. എത്ര പേരുണ്ട് ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാത്തവര്? അവർക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ചെയ്യാത്തവരുണ്ടോ? ഇല്ല, എല്ലാരും ചെയ്തിട്ടുണ്ട് അല്ലേ? മുഹമ്മദ് അഫ്ല, പ്ലീസ് അൺമ്യൂട്ട്. മോനെ, നമ്മളിപ്പം പേജ് നമ്പർ 9 വരെയല്ലേ ക്ലാസ് വർക്കും ഹോംവർക്ക് ഒക്കെ ചെയ്തത്? 11 എത്തിയോ? അല്ല 10. 10 ചെയ്തില്ല അല്ലേ? 10 അന്ന് 6 ചെയ്ത് 10. അതെ 6 ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മിസ്സിന് അവിടെ ബുക്കിൽ ക്ലിയർ അല്ലാത്തത് കൊണ്ട് അന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതെ. അതപ്പം നമുക്ക് അഭ്യാസ് ചഹ്, അതായത് 6ാമത്തെ എക്സസൈസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ടേക്ക് യുവർ പേജ് നമ്പർ 10. പേജ് നമ്പർ 10. ചിത്രോം കോ ശബ്ദോം സെ മിലാവോ അല്ലെ? ചിത്രത്തിന്റെ ശബ്ദം, അതായത് ശബ്ദം മീൻസ് ആ വേർഡ് അല്ലെ? ആ വേർഡ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് നമ്മൾ മാച്ച് ചെയ്യണം. ഫസ്റ്റ് പിക്ചർ, സോറി, ഞാൻ ആദ്യം ആ ശബ്ദം വായിക്കാം. സടക്ക്. നിങ്ങൾക്ക് അവിടെ പിക്ചർ സടക്ക് എന്ന് പറഞ്ഞ റോഡ്, ആ റോഡ് കാണുന്നിടത്തോട്ട് നിങ്ങളത് മാച്ച് ചെയ്ത് കൊടുക്കണം, വരച്ചു കൊടുക്കണം. സടക്ക്, റോഡ്. ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ചെയ്യാം. നഹർ, നഹർ ആയിരുന്നു അന്നൊരു ഡൗട്ട് വന്നത് അല്ലേ? നഹർ എന്ന് പറഞ്ഞാൽ കനാൽ എന്നാണ്. അവിടെ പിക്ചർ മിസ്സിന്റെ ബുക്കിൽ ക്ലിയർ അല്ലാത്തതുകൊണ്ട് അതൊരു ഡൗട്ട് വന്നുകൊണ്ടാണ് അന്നത് ഇവിടെ നിർത്തിയത്. നഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെയുള്ള അത് തന്നെയാണ് കനാൽ. അതിന്റെ നേരെ തന്നെ വരയ്ക്കുക. രണ്ടാമത്തെ പിക്ചർ തന്നെ കലശ്. ഫസ്റ്റ് വൺ, ആ മൺകുടം കാണുന്നത് കലശ്, കലശം വെക്കുന്നത്, അതായത് പിന്നെ അമ്പലത്തിലൊക്കെ കലശം വെക്കുന്ന ഇങ്ങനത്തെ ഒരു മൺകുടത്തിലാണ്. അതിനൊരു പാത്രമുണ്ട് പ്രത്യേകമായിട്ട്, അതാണത്. നെക്സ്റ്റ് ബദൻ. ബദൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കുട്ടീനെ കാണുന്നില്ല അവിടെ? ആ ബോഡിയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ബദൻ, ശരീരം. നെക്സ്റ്റ് ഭവൻ. ഭവൻ എന്ന് പറഞ്ഞാല് വീട്, ഹൗസ്. നെക്സ്റ്റ് ഷഹർ. ഷഹർ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണം അല്ലെ? ടൗൺ. അതാണ് ആ പിന്നെ ബദന്റെ മുകളിലുള്ള, അതാണ് ഷഹർ. ഓക്കെ. നെക്സ്റ്റ് വാക്യ പൂരേ കരോ. എല്ലാരും അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടേ. 23/7/20. ഫസ്റ്റ് 6 നമ്മൾ ഇപ്പം ചെയ്ത എക്സസൈസിന്റെ അവിടെ ഇന്നത്തെ ഡേറ്റ് ഇടുക. 23/7/2020. നെക്സ്റ്റ് 7. വാക്യ പൂരേ കരോ. എന്താ? വാക്യം പൂരിപ്പിക്കുക. കംപ്ലീറ്റ് ദ സെന്റൻസ്. സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക എന്നാ പറയുന്നത്. കലം ഡാഷ്. എന്താ കലം ഡാഷ്? കലം എന്ന് പറഞ്ഞാൽ എന്താ? പാത്രം അല്ലേ? ആന്ന് മിൻഹാജ്, യെസ് എന്നാണോ പറഞ്ഞത്? കലം എന്ന് പറഞ്ഞാൽ എന്താ? കലം, ചട്ടി, പാത്രം ആണോ മിൻഹാജ്? പ്ലീസ് അൺമ്യൂട്ട്.
ഷിഫാന പറഞ്ഞു അല്ലാന്ന്. മിൻഹാജ് പറയൂ ആൻസർ. എന്താ കലം എന്ന് പറഞ്ഞാല്? മിൻഹാജ് പ്ലീസ് അൺമ്യൂട്ട്. കലം എന്ന് പറഞ്ഞ പെണ്ണ്. പെൻ. ആ വെരി ഗുഡ്. മിടുക്കൻ. കലം ഡാഷ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ? എന്താ? ഷഹർ, മഡർ, കർ, മത്ത്, രഘ്, ചൽ. ഇത്രയും വേർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ശരിയായ വാക്കെടുത്ത് അവിടെ എഴുതണം. എന്താ? കലം ഷഹർ എന്ന് വരില്ല. ഷഹർ എന്ന് പറഞ്ഞാൽ എന്താ? ടൗൺ, പട്ടണം. അതല്ല. മഡർ എന്ന് പറഞ്ഞാൽ എന്താ? പീസ്, പയർ അല്ലെ? കർ എന്ന് പറഞ്ഞാൽ എന്താ? കർണ പറഞ്ഞാൽ ചെയ്യുക. മത്ത് എന്ന് പറഞ്ഞാല് മത്ത് പിടിക്കുക എന്നാണോ? അല്ല. മത്ത് പറഞ്ഞ അരുത്, നോ, അരുത്, ചെയ്യരുത് എന്നൊക്കെ വരും. രഘ്, രഘ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആസ്വദിക്കുക എന്ന് പറയും. ചൽ എന്ന് പറഞ്ഞാൽ നടക്കുക. ഇവിടെ ഫസ്റ്റ് വൺ കലം രഘ് എന്നാണ് വരിക. അവിടെ രഘ്. അവിടെ ഫില്ല് ചെയ്തോ? ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ്. കലം രഘ്. കലം പേന ആസ്വദിക്കുക പറഞ്ഞ എന്താ? പേന കൊണ്ട് നന്നായിട്ട് എഴുതുന്നതിനാ പറയുന്നത്. പേന ആസ്വദിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? പിന്നെ ശരം ഡാഷ് കർ. സെക്കൻഡ് വൺ ശരം ഡാഷ് കർ. ഋഷികേഷ്, അഭിലാഷ്, വേർ ഈസ് ഋഷികേഷ്? ഋഷികേഷ് പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. എന്തിനാ കൈ ഉയർത്തിയത്? എനി ഡൗട്ട്? ക്ലാസ്സിൽ ശ്രദ്ധിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേജ് 10 നിങ്ങൾ പറഞ്ഞ ടൈമിൽ ക്ലാസ് കയറണം കേട്ടോ മക്കളെ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. പേജ് നമ്പർ 10 മാച്ച് ദ ഫോളോയിങ് ചെയ്തു. നെക്സ്റ്റ് അതിന്റെ താഴെ 7th വൺ വാക്യ പൂരേക്കരോ. ഫസ്റ്റ് വൺ കലം രഘ്. രണ്ടാമത്തത് ശരം ഡേഷ് കർ എന്നാ പറഞ്ഞേ. എന്താ? മത്തുക്കർ. നാണിക്കരുത് എന്നാ പറഞ്ഞ. അവന്റെ ആൻസർ ശരം മത്തുക്കറിന് നാണിക്കരുത്. ശരം മത്തുക്കർ. മത്ത് എന്നാണ് അവിടെ എഴുതുക. രണ്ടാമത് മത്ത്. അത് കർന്ന് കഴിഞ്ഞിട്ട് ഒരു വര കണ്ടോ? അതുപോലെ കലം രഘ് കഴിഞ്ഞിട്ട് ഒരു വര കണ്ടോ? ഒരു വണ്ണ് പോലെ. അതെന്താണെന്നറിയോ? ഫുൾ സ്റ്റോപ്പ് എന്നാ അത് പറയാ. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയാൽ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലെ? ഒരു കുത്തിടും അല്ലെ? മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ. ഹിന്ദിയിൽ ഒരു വരയാ ഇടുന്നത് ഫുൾ സ്റ്റോപ്പ്. സെന്റൻസ് കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വരയിടും. അതാണ് ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് മൂന്നാമത് സടക്ക് പെർ മത്ത് ഡാഷ്. സടക്ക് എന്ന് പറഞ്ഞ എന്താ? റോഡ് അല്ലെ? മത്ത് മീൻസ് അരുത്. റോഡിന് പറന്ന് പറഞ്ഞ മുകളിൽ. റോഡിന് മുകളിലൂടെ എന്താ? താഴെ ഏതാ ഉള്ളത്? ചൽ, നടക്കരുത്. റോഡിന്റെ മുകളിലൂടെയാണോ നടക്കണ്ടേ? അല്ല, റോഡിന്റെ സൈഡിലൂടെ നടക്കണം. സടക്ക് പെർ മത്ത് ഡാഷിന്റെ അടുത്ത് ചൽ. ചൽ. ഫുൾ സ്റ്റോപ്പ്. ബ്രാക്കറ്റിൽ ചല്ല് കണ്ടില്ലേ? ലാസ്റ്റ് വൺ. നെക്സ്റ്റ് നരം നരം ഡാഷ് ചഖ്. എന്താ നരം നരം എന്ന് പറഞ്ഞാല്? സോഫ്റ്റ്, മൃദുവായ. നരം നരം ഡാഷ് ചഖ്. ചഖ് എന്ന് പറഞ്ഞ എന്താ? ചഖ്ന എന്ന് പറഞ്ഞ ടു ടേസ്റ്റ്. എന്താ? രുചിക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ? നരം നരം ഡാഷ് ചഖ്. നമുക്ക് ഇവിടെ ഇനി ഷഹർ, കർ, മഠർ ഇത്രേ ബാക്കിയുള്ളൂ. ഏതായിരിക്കും അവിടെ? മഠർ. പീസ് അല്ലേ? പീസ് ഒന്ന് രുചിച്ചു നോക്കാനാ പറയുന്നത്. നരം നരം മഠർ ചഖ്. നെക്സ്റ്റ് നമൻ ഡാഷ്. നമൻ എന്ന് പറഞ്ഞ എന്താ? നമസ്കാരം എന്ന് പറഞ്ഞേ. നമൻ കർന്ന വരിക. നമൻ കർ, നമസ്കരിക്കുക. നമൻ കർ, നമസ്കരിക്കുക. ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഡേഷ് ചൽ. എങ്ങോട്ട് പോവാനാ പറയുന്നത്? മുഹമ്മദ് നാഫി പ്ലീസ് അൺമ്യൂട്ട്. ലാസ്റ്റ് വൺ ഒന്ന് ആൻസർ പറയോ? ലാസ്റ്റ് വൺ
ഡാഷ് ചൽ. शहर चल. ആ വെരി ഗുഡ്. ഷഹർ ചൽ, പട്ടണത്തിലേക്ക് നടക്കാനാ പറഞ്ഞ. പോകൂ, പട്ടണത്തിലേക്ക് പോകൂ, നടക്ക് അല്ലേ. ഷഹർ ചൽ. എന്നിട്ട് പറഞ്ഞുതരാം. കലം രഖ്, അങ്ങനെ തന്നെ വായിക്കണം നിങ്ങള്. കലം രഖ്. മുഹമ്മദ് സയാൻ സ്പീഡ് ഉണ്ടോ? സയാൻ എവിടെ? സയാൻ എന്താ മോനെ, സ്പീഡാണോ? വേഗം നോക്കി എഴുത്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായാലേ ഇനി കുറച്ച് സ്പീഡിലൊക്കെ എഴുതാൻ പഠിക്കണ്ടേ. നോക്കി എഴുതുവല്ലേ ചെയ്യുന്നേ. വേഗം എഴുതണം കേട്ടോ. നമ്മള് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും സ്പീഡിൽ പറഞ്ഞു പഠിക്കാൻ ശ്രമിക്കണം. എഴുതുമ്പോഴും അതുപോലെ സ്പീഡിൽ ചെയ്യണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. സ്പീഡ് ചെയ്യേണ്ട കാര്യം സ്പീഡ് ചെയ്യണം. ഒന്നുകൂടെ വായിച്ചുതരാം. കലം രഖ്, ചരം മത് കർ, സടക് पर मत चल, नरम नरम मटर चख, नमन कर, शहर चल. എഴുതിയോ? യെസ്, ഓക്കെ, ഫിനിഷ്. ഓക്കെ 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 ജുവൽ. ഓക്കെ, നെക്സ്റ്റ് ശബ്ദ ബനാവോ. Anson, are you finished? Yes or no? Okay, good. ശബ്ദ ബനാവോ. എന്താ ശബ്ദ ബനാവോ പറഞ്ഞാല്? ശബ്ദം ഉണ്ടാക്കാൻ. നിങ്ങൾ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാനാണ് പറയുന്നത്? അല്ല, മേക്ക് വേർഡ്സ് എന്ന് പറഞ്ഞ അത് തന്നെ. ശബ്ദ ബനാവോ, ശബ്ദം ഉണ്ടാക്കാൻ. ശബ്ദം എന്ന് പറഞ്ഞ എന്താ? വേർഡ്സ് അല്ലേ, വാക്കുകള്. ഇവിടെ കുറെ അക്ഷരങ്ങൾ ക്രമം തെറ്റി തന്നിട്ടുണ്ട്, തെറ്റായിട്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് വൺ നോക്കി. എക്സാമ്പിള് ത മ ഇർന്നാ വന്നേക്കുന്നത്. ടമർന്നല്ല അവിടെ വേണ്ടത്. എന്താ വേണ്ടത്? നമ്മൾ ഈ പാഠത്തിൽ ഏതാ പഠിച്ചത്? മട്ടർ അല്ലേ, പീസ്. മടർന്നാണ്. നെക്സ്റ്റ് രാ മ കായ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഏതാ ശരിക്കും വാക്ക് വരുക? മഗർ. എഴുതിക്കോ ഇവിടെ. മ ക ഇർ, മഗർ. മ ക ഇർ, മഗർ. ശ്രീഹരി, മുഹമ്മദ് ബീവി, മുഹമ്മദ് ടി. പ്ലീസ് ഓൺ യുവർ വീഡിയോ. നിങ്ങൾ എഴുതുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല. മുഹമ്മദ് ടി, ശ്രീഹരി കാണുന്നില്ലല്ലോ. നിങ്ങളെ ഒളിച്ചിരിക്കുവാണോ? മഗർ എഴുതിയില്ലേ? നെക്സ്റ്റ് രാ ശ ഹ. എന്തായിരിക്കും ഇവിടെ? രാ ശ ഹ എന്നാ തന്നത്. അറിയോ? ആർക്കെങ്കിലും അറിയോ? ഷിഫാന പറയുന്നുണ്ട്. മിൻഹാജ് അഫ്ല. എന്താ? ഷഹർന്ന അല്ലെ. എഴുതിക്കോ. ഋഷികേശ്. ഓക്കെ. ഷഹർ, ഷഹർ. നെക്സ്റ്റ് ഗ ന ഗ എന്നാ കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ ശരിയായ വാക്ക് ഗഗൻ. ഗഗൻ എന്ന് പറഞ്ഞ ഗഗനം, ആകാശം അല്ലെ. മലയാളത്തിൽ പറയാണ് ഗഗനം എന്ന് പറയും. ഹിന്ദിയില് ഗഗൻ. ഗ ഗ ഇൻ, ഗഗൻ. ഓക്കെ. നെക്സ്റ്റ് സോറി ഛ ഗ ഡ ഛ ഗ. എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മിൻഹാജ് പറഞ്ഞ മോനെ. എന്താ മിൻഹാജ്? ചഗഡ്. ഛ ഗ ഡ ഡ, ചഗഡ്. നെക്സ്റ്റ് ക ഡ സ. എന്താ വരുക? സടക്ക്. സ ഡ ക. ലാസ്റ്റ് മുമ്പിലോട്ട് എഴുതിയാൽ മതി. സടക്ക്.
നെക്സ്റ്റ് ന ജ ഭ. എന്താ വരിക? ഭജൻ. ആദ്യം ഭ എഴുതുക, ജ ഇൻ ഭജൻ. ലാസ്റ്റത്തെ അക്ഷരം ഫസ്റ്റ് എഴുതുക, രണ്ടാമത്തെ ജ ഇൻ ഭജൻ. എന്തൊക്കെ വാക്കുകളാ? കമർ. ഫസ്റ്റ് വൺ നിങ്ങൾ എന്ത് ചെയ്തത്? കമർന്നാ വേണ്ട കേട്ടോ, മകർന്നാണ് എഴുതിയത്. കമർന്ന എഴുതേണ്ടത്. പെൻസിലും കൊണ്ടല്ലേ എഴുതിയത്? കമർന്ന വരുന്നത് കേട്ടോ. സോറി, ഞാൻ മകർന്ന പറഞ്ഞെന്തോ. കമർ. കമർ. ഷഹർ, രണ്ടാമത്തെ ഷഹർ. ഗഗൻ. ചഗഡ്. ചഗട പറഞ്ഞ എന്താ? വഴക്ക് കൂടുന്നതിനാ പറഞ്ഞത്. സഡക്. ഭജൻ. ഓക്കെ, third chapter finish. Next, are you finished? Eric finish ആയില്ല. അമന്ന വേഗം എഴുത്. Write fast. എട്ടാമത്തെ ഇതൊക്കെ എക്സസൈസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാ. മിസ് പറഞ്ഞു തന്നതാ. എഴുതാത്തവര് ബാക്കി കണ്ടുപിടിച്ച് എഴുതട്ടോ. Take your page number 11. Page number 11. പാട് 4. എത്രയാ 4 എന്ന് പറഞ്ഞ? എത്രയാ? 4 അല്ലേ? 4 അക്ഷരവും വാലെ ബിന മാത്രാക്കെ ശബ്ദ. എന്താ 4 അക്ഷരവും വാലെ എന്ന് പറഞ്ഞാല്? 4 അക്ഷരം ചേർത്തിട്ടുള്ള വാക്കുകളാണ് ഈ പാഠത്തിൽ പഠിക്കാൻ വന്നത്. ഇത്രയും നാളും ആദ്യം നമ്മൾ അക്ഷരം പഠിച്ചു അല്ലെ? അക്ഷരം എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരമായിട്ട് പഠിച്ചു. രണ്ടാമത് 2 അക്ഷരം, ദോ അക്ഷരവും വാലോംസ് അല്ലെ? 2 അക്ഷരങ്ങൾ കൂടിയ വാക്കുകൾ പഠിച്ചു. മൂന്നാമത് 3 അക്ഷരം, 3 അക്ഷരങ്ങൾ ചേർത്തിട്ട് അല്ലെ? ഇന്ന് പഠിക്കാൻ പോകുന്നത് 4 അക്ഷരവും വാലെ ബിന മാത്രാക്കെ ശബ്ദ. 4 അക്ഷരങ്ങൾ കൂടിയ വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ യൂട്ടൻസിൽ. എന്താ യൂട്ടൻസിൽ എന്ന് പറഞ്ഞാല്? ആദ്യം ഇംഗ്ലീഷാ വായിച്ചത് അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച യൂട്ടൻസിൽസ്. എന്താ ഹിന്ദി വേർഡ്? ബർത്തൻ. ബർത്തൻ. ബർത്തൻ മീൻസ് യൂട്ടൻസിൽ. ആ ബർത്തൻ എന്നുള്ളത് ഡോട്ട് ഇട്ട് തന്നിട്ടാ ഉള്ളത് അല്ലെ? അവിടെ ഹോംവർക്ക് എന്ന് എഴുതിക്കുക. അത് നിങ്ങൾ പിന്നീട് ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിലൂടെ പെൻസിലും കൊണ്ട് എഴുതണം. ഇന്നത്തെ ഡേറ്റ് ഇടുക. ഹോംവർക്ക് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ബർത്തൻ. വായിച്ചോ അവിടുന്ന്? ബർത്തൻ. നെക്സ്റ്റ് അച്ചുക്കൻ അല്ലെ? ബർത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂട്ടൻസിൽസ്, പാത്രങ്ങൾ അല്ലെ? അച്ചുക്കൻ. അച്ചുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും അറിയാം അച്ചുക്കൻ? സയാൻ. എന്താ അച്ചുക്കൻ എന്ന് പറഞ്ഞാല്? ഡ്രസ്. ഡ്രസ്. അതിന് ശരിക്കും പറഞ്ഞ മേലങ്കി എന്ന് പറയും. അച്ചുക്കൻ കോട്ട്. ഒരു പ്രത്യേകതരം ഡ്രസ്സാ അല്ലെ? അതെ, അച്ചുക്കൻ. മലയാളത്തിൽ മേലങ്കി എന്ന് അതിന് ശരിയായ വാക്ക്. കോട്ട്. നെക്സ്റ്റ് ശൽഗം. എന്താ ശൽഗം എന്ന് പറഞ്ഞാല്? ടെർണിപ്പ് അല്ലെ? ടെർണിപ്പ്. എന്താ അതിന് പറയാ? ടെർണിപ്പ് എന്നുള്ളതിന് മലയാളം അറിയോ നിങ്ങൾക്ക്? എന്താ മിൻഹാജ് പറഞ്ഞേ? ടർണിപ്പ് എന്ന് പറഞ്ഞ എന്താ? ബീട്രൂട്ട്. ബീട്രൂട്ട് ആണോ? ബീട്രൂട്ട് ആണോ?
അല്ല, ബീറ്റ്റൂട്ട് അല്ല. അതിനെന്താ മലയാളം എന്ന് കണ്ടുപിടിച്ച് വരണം കേട്ടോ. മിസ്സിനും അതിന് മലയാളം അറിയില്ല. ശൽഗം, ടർണിപ്പ്, ബീറ്റ്റൂട്ട് അല്ല. അമന്നയ്ക്ക് അറിയോ? എന്താ അമന്ന? വെളുത്തുള്ളി. ഞാനോ വെളുത്തുള്ളി അല്ല. വെളുത്തുള്ളിക്ക് വേറെ പേരാ. വെളുത്തുള്ളി അല്ല. ഈ വാക്ക് അറിയുന്നവരാ? ഷിഫാന. ഷിഫാന പറഞ്ഞേ. പ്ലീസ് അൺമ്യൂട്ട് ഷിഫാന. ഉള്ളി. നോ ഉള്ളിയല്ല. കണ്ടുപിടിച്ച് തരണം കേട്ടോ. ഞാനും കണ്ടുപിടിച്ച് വരാം. ഹന്നിക്കറിയോ? ഹന്ന പറഞ്ഞോ. മുള്ളങ്കി. മുള്ളങ്കി. അത് തന്നെയായിരുന്നു മിസ്സിന്. ആ മുള്ളങ്കി എന്നുള്ള പേര് കിട്ടിയില്ല. മുള്ളങ്കിയാണത്. ടർണിപ്പ്. പെട്ടെന്ന് മറന്നുപോയി. വെളുത്തുള്ളിക്ക് വേറെ പേരാട്ടോ. വെളുത്തുള്ളി പേരെന്തായിരുന്നു? ഗാർലിക് ഇംഗ്ലീഷ് വേർഡാണ്. ഹിന്ദിയില് പെട്ടെന്ന് മറന്നുപോയി. സാരമില്ല. നമുക്കിപ്പോൾ ശൽഗം എന്നുള്ളത് ടർണിപ്പ്, മുള്ളങ്കി എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണം എല്ലാവരും. ബീറ്റ്റൂട്ട് അല്ല. ബീറ്റ്റൂട്ടിന് ഏകദേശം ബീറ്റ്റൂട്ട് എന്നുള്ള ഒരു വാക്ക് തന്നെയാ വരുന്നത് ഹിന്ദിയില്. ശൽഗം, ടർണിപ്പ്, മുള്ളങ്കി. നെക്സ്റ്റ് ബർഗദ്. ബർഗദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വട് പഠിച്ചു അല്ലേ കഴിഞ്ഞ വർഷം? ബനിയൻ ട്രീ, ബർഗദ്. നോക്കിക്കേ നിങ്ങള്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നിങ്ങള് ഹോംവർക്ക് ചെയ്തപ്പം 3 അക്ഷരവും വാലേക്ക ശബ്ദം എന്ന് പറഞ്ഞിട്ട് അത് 3 അക്ഷരം ചേരുന്ന വാക്കുകൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ പേര് 4 അക്ഷരമുള്ള വാക്കുകൾ എഴുതി. മിസ് അത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന 4 അക്ഷരമുള്ള വാക്കുകളാണ്. നോക്കിയേ ഇവിടെ ബർത്തൻ. എത്ര അക്ഷരം വന്നിട്ടുണ്ടോ നോക്കി അതില്? ബ, ഇർ, ത, ഇൻ. 4 അക്ഷരം ഉണ്ടല്ലേ? നെക്സ്റ്റ് നോക്കിയേ അച്ചുക്കൻ. ആ, ച, ക, ഇൻ. ശൽഗം. ശ, ഇൽ, ഗ, ഇം. എന്നല്ല മാന്നാണ് വരുന്നത്. എന്നാണ് ഉച്ചരിക്കുന്നത്. ശൽഗം. നെക്സ്റ്റ് ബർഗദ്. എത്ര അക്ഷരം ഉണ്ട്? 3 ആണോ? അല്ല, 4 അക്ഷരം ഉണ്ട്. 4 അക്ഷരം അല്ലേ? ബ, ഇർ, ഗ, ദ്. നിങ്ങൾക്ക് ഈ പാഠത്തിലും വരുന്നുണ്ട് 4 അക്ഷരം ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാൻ. അപ്പം 3 അക്ഷരം ചേർത്ത് നിങ്ങൾ എഴുതണം. എഴുതുവോ? ഇല്ല, 4 അക്ഷരം തന്നെ വരണം. ആ വാക്കുകളാണ് കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഏതൊക്കെ വാക്കുകളാ? ഒന്ന് ഒച്ചത്തിൽ വായിക്കണല്ലോ. ആരാ വായിക്കുക? മാളവിക. പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗദ്. ബർഗദ്. ഓക്കെ, ഗുഡ്. ഇഫ്ര ഇത് വായിച്ചോ. ഇഫ്ര ഫാത്തിമ. ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗദ്. ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് വായിച്ചു കേൾപ്പിക്കുന്നത്? അപ്ല. ബർഗൻ. ബർഗനോ? ബർത്തൻ. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ബർത്തൻ. അച്ചക്കൻ. അച്ചക്കനല്ല, അച്ചുക്കൻ. ശൽഗം. ഓക്കെ. ബർഗദ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാരും വായിക്കണം കേട്ടോ. നമുക്ക് അടുത്ത് താഴത്ത് നോക്കിയേ. എന്നിട്ട് വായിച്ചിട്ട് ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗദ്. 4 വേർഡ്സ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. ഇപ്പൊ ഏതൊക്കെ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്? ഇവിടെ കുറിച്ച് വെച്ചോ. പേജ് നമ്പർ 10 ഇത് വാക്യ പൂരേക്കരോ നോട്ട് ബുക്കിൽ എഴുതണം. അവിടെ നോട്ട് ബുക്ക് എഴുതിക്കോ. റൈറ്റ് നോട്ട് ബുക്ക്. റൈറ്റ് ഓൺ യുവർ നോട്ട് ബുക്ക്. അത് കഴിഞ്ഞു.
വേറെ ഒന്നും നോട്ട്ബുക്കിലോട്ട് എഴുതണ്ട, ഇതൊന്നും എഴുതണ്ട, ഇത് മാത്രം എഴുതുക. നെക്സ്റ്റ് അടുത്ത പേജില് പാട് ചാർ ചാർ അക്ഷരവും വാലെ ബിനാ മാത്രാക്കെ ശബ്ദ്. നെക്സ്റ്റ് പേജില് കേട്ടോ. ഇനിയിപ്പം ഇത് ഇവിടെ എഴുതി, ഇതിന്റെ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ അവിടെ എഴുതരുത്. നമ്മൾ പുതിയ പാഠം പുതിയ പേജിൽ തന്നെ എഴുതണം, എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. പാട് ചാർ ചാർ അക്ഷരവും വാലെ ബിനാ മാത്രാക്കെ ശബ്ദ്, ഇത് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. താഴെ ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗത്, ഇതെല്ലാം 5 ടൈംസ് എഴുതണം. എഴുതിക്കോ അവിടെ 5 ടൈംസ്, റൈറ്റ് 5 ടൈംസ്. ഹിന്ദി വേർഡ് എഴുതുക, ഇംഗ്ലീഷ് വേർഡ് എഴുതുക, അങ്ങനെ 5 ടൈംസ് ആ 5 ടൈംസ് പറഞ്ഞിട്ട് 1 ടൈമും 3 ടൈംസ് ഒക്കെ എഴുതുന്നവരുണ്ട്. ഞാൻ അതൊന്നും കറക്റ്റ് ചെയ്തു തരില്ല, പറഞ്ഞത് അതുപോലെ അനുസരിക്കുക. 5 ടൈംസ് തന്നെ എഴുതണം ഈ 4 വേർഡ്സും. അപ്പൊ ആ പേജ് ഫുൾ ആവും. നെക്സ്റ്റ് പേജില് ഇനി താഴെ വരുന്ന ഈ വേർഡ്സ് എല്ലാം ഒരു പ്രാവശ്യം എഴുതണം. താഴെ വരുന്ന ഈ വേർഡ്സ് ഇപ്പൊ വായിച്ചുതരാം. ബുക്കിൽ ശ്രദ്ധിച്ചേ. ശബ്ദപടം എന്താ? ഉച്ചാരൺ സീഖോ. എന്താ പറയുന്നത്? ആ വാക്കുകള് വായിക്കൂ, പഠിക്കൂ, എന്നിട്ട് അതെങ്ങനെയാ അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ ഉച്ചരിക്കുന്നത് എന്ന് പഠിക്കൂ. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഉച്ചാരണം. ഫസ്റ്റ് വൺ കസർത്ത്. കസർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സർസൈസ്. അടുത്തത് ദശരഥ്. ദശരഥ് പറഞ്ഞ ഒരു പേരാണ്, ദശരഥ മഹാരാജാവില്ലേ, അതാണ് ദശരഥ്, ഒരു പേര്. നടുക്കട്. നടുക്കട് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടി. ചടുപട്. എന്താ? ചടുപട്. ചടപടാ നടക്കാൻ പറഞ്ഞില്ലേ നമ്മള്, പെട്ടെന്ന് നടക്കാൻ, സഡൻലി അല്ലെ. ചടപടാ ചടപടാ പറഞ്ഞു. കുറെ ഹിന്ദി വേർഡ് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് സർഗം. സർഗം എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സ്കെയിലാണ്. ഹർദം. എന്താ? ഹർദം ഓൾവേസ്. അച്ചുക്കൻ. അച്ചുക്കൻ എന്ന് പറഞ്ഞാല് എന്താ? കോട്ട്. മഖുമൽ. മഖുമൽ എന്ന് പറഞ്ഞാൽ വെൽവെറ്റ്. ഉപുവൻ. ഉപുവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാർഡൻ അല്ലേ, പൂന്തോട്ടം. ഉൽച്ചൻ. ഉൽച്ചൻ പറഞ്ഞാൽ എന്താ? കോംപ്ലിക്കേഷൻ. ശൽഗം. ശൽഗം എന്ന് പറഞ്ഞാല് ടർണിപ്പ്. ബർഗത് ബനിയൻ ട്രീ. ബർത്തൻ യൂട്ടൻസിൽ. ടംടം ബർത്തൻ കണ്ടിട്ട് പൻഖട്. പൻഖട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ വെള്ളമൊക്കെ എടുക്കാൻ പോകുന്ന സ്ഥലത്തിനാണ് പറയുന്നത്. കിണറില്ലേ, കിണറിന്റെ അടുത്തോട്ട് വെള്ളം എടുക്കാൻ പോകില്ല, അതിനാണ് പൻഖട് എന്ന് പറയാ. ഷർബത്ത്. ഷർബത്ത് പറഞ്ഞാൽ ജ്യൂസ്, സർബത്ത് പറയുന്നത്. ടംടം. ടംടം എന്ന് പറഞ്ഞാൽ എന്താ? കുതിരവണ്ടി അല്ലെ, ഹോഴ്സ് കാർട്ട്. ബച്പൻ കുട്ടിക്കാലം. കസർത്ത് പറഞ്ഞാൽ എന്താ? എക്സസൈസ്. ഖത്തർ. ഖത്തറൻ. കതിരൻ, തെറ്റിപ്പോയി, കതിരൻ കേട്ടോ. തെർമസ്. തെർമസ് പറഞ്ഞാൽ എന്താ? തെർമസ് പഠിച്ചിട്ട് കഴിഞ്ഞ ശേഷം ജഗ്ഗു പോലത്തെ അല്ലെ, തെർമസ്. ഉബിട്ടൻ. ഉബിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓയിൽമെന്റ്. നമ്മൾ മേത്തൊക്കെ തേക്കുന്നില്ലേ മുറിഞ്ഞാലൊക്കെ, അത് ഓയിൽമെന്റ്. ഈ വാക്കുകളുണ്ടല്ലോ, നിങ്ങൾ അതിന് മലയാളം പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചേ. ആ വാക്കുകളൊക്കെ നോക്കിയേ, എത്ര അക്ഷരങ്ങളുണ്ട് അതില്? 4 അക്ഷരങ്ങളുണ്ട് അല്ലേ. 4 അക്ഷരങ്ങൾ ചേർത്ത വാക്കുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. നെക്സ്റ്റ് പേജിലുണ്ട്, ഇത് എഴുതാനുണ്ട്, കണ്ടുപിടിച്ചെഴുതാൻ. ഈ വാക്കുകൾ ശരിക്കും വായിച്ചു പഠിക്കണം. അപ്പൊ നെക്സ്റ്റ് പേജില് ഇവിടുന്ന് നമുക്ക് എടുത്തെഴുതാം. ടൈം ഇപ്പൊ തീരും, അതിപ്പോ അതിനു മുമ്പേ ഒന്നുകൂടെ വായിച്ചു. അവിടുന്ന് ഒച്ചത്തിൽ വായിച്ചോ കേട്ടോ. ഒരാളെ മാത്രം ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ആരെയാ? സ്പീഡ് പറയുന്ന ആരാണ്? പെട്ടെന്ന് പറയുന്നത് ഷിഫാന, പെട്ടെന്ന് പറഞ്ഞു തരുവോ? ഷിഫാന ഫാത്തിമ. ഓക്കെ, എന്നാ പെട്ടെന്ന് പറഞ്ഞു തരണം. 8 മിനിറ്റേ ഉള്ളൂ. ഓക്കെ. ഞാൻ വായിച്ചു തരുമ്പോ കേട്ടിട്ട് വായിക്കാനാ. ഷിഫാന ഫാത്തിമ ലിസൺ. എല്ലാരും ഇവിടുന്ന് ഒച്ചത്തിൽ വായിക്കണം. കസർത്ത്. ദശരഥ്. നടുക്കട്. ചടുപട്. സർഗം.
Sargam. Hardam. Hardam. Achukan. Achukan. Makhumal. Agamal. Ubuvan. Ubuvan. Ulchan. Ulchan. ഓക്കെ വെരി ഗുഡ്. ബാക്കിയുള്ളത് ശ്രദ്ധിച്ചോ. ശൽഗം അവിടെ ഒച്ചത്തിൽ പറഞ്ഞു കേട്ടോ. ശൽഗം, ബർഗത്, ബർത്തൻ, പൻഖട്, ശർബത്ത്, ടംടം, ബച്പൻ, കതറൻ, തെർമസ്, ഉബിട്ടൻ. അറ്റൻഡൻസ് എടുക്കുവാണ്. മുഹമ്മദ് അഫ്ല, ഇഫ്ര ഫാത്തിമ, കുര്യൻ ജോസഫ്, അമന്ന രാജേഷ്, ഋഷികേശ്, അനീറ്റ ഫിലിപ്പ്, ഷിഫാന ഫാത്തിമ, ഫറ ഫാത്തിമ, സയാൻ, അദ്വൈദ്, മുഹമ്മദ് ടി, ടെസ മരിയ, ആൻസൺ, ഹന്ന, അജിത് ജോസഫ്, മിൻഹാജ്, ഹിബ ഫാത്തിമ, മുഹമ്മദ് നാഫി, ബിന്യ ബിനോയ്, അനിഹ, ജുവൽ മരിയ, മാളവിക, എറിക്, മുഹമ്മദ് ഷഹ്സാദ്, ഇനി ആരെ വിളിക്കാത്തത്? മുഹമ്മദ് വി വി, ഡൊമിനിക്, അനഖ, ഹൈഫ, ശ്രീഹരി, സയാനെ വിളിച്ചോ മോനെ? ഋഷികേശ് വിളിച്ചു. ഇനി ആരാണ് വിളിക്കാത്തത് മിസ്? അറ്റൻഡൻസ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരെയും വിളിച്ചു. ഓക്കെ ഗുഡ്. അങ്ങനെ വിളിച്ചില്ലേ? മുഹമ്മദ് ബീവി നിന്നെ കണ്ടില്ലല്ലോ ഇന്ന്. പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഒളിച്ചിരിക്കുവാണോ മുഹമ്മദേ? ഒന്ന് കാണട്ടെടാ. മുഹമ്മദ് പല്ല് തേച്ചില്ല, അതുകൊണ്ട് ടീച്ചറിന്റെ മുമ്പിൽ വരുന്നില്ല എന്ന്. അങ്ങനെയാണോ? പെട്ടെന്ന് ഓണാക്കിക്കോ. മുഹമ്മദ് ബീവി കാണുന്നില്ല. അവന് ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂന്ന്. നമ്മുടെ ടൈം തീരാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? 4 അക്ഷരം ചേർത്ത വാക്കുകൾ പഠിച്ചു അല്ലേ? ചാർ, അക്ഷരവും വാല്, ബിന, മാത്രാക്കെ, ശബ്ദ. ഇത് കണ്ടോ? അടുത്ത പീരീഡ് നമുക്ക് ഇതെടുക്കാം അല്ലേ? എന്താ? സെന്റൻസ് വരുന്നുണ്ട്. അനിഹ മോഹൻ, വേർ ഈസ് അനിഹ? അനിഹ എന്താ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ? അനിഹ എന്താ മോളെ? വേർ ഈസ് അനിഹ? അനിഹനെ അനിഹ എന്താ എന്താ മോളെ? ചോദിച്ചോളൂ. പ്ലീസ് അൺമ്യൂട്ട്. ചോദിച്ചോ? എന്താ ചോദിക്കല്ലോ. ഈ പീരീഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം കേട്ടോ. എന്താ അനികക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏത്? മാച്ച് ദ ഫോളോയിങ് ഒന്നും എഴുതണ്ട. നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യം എന്താ? നമ്പർ 7 വാക്യ പൂരേക്കരോ, ഇത് മാത്രം ഇത് എഴുതുക. ബ്രാക്കറ്റിലുള്ളതൊന്നും എഴുതണമെന്നില്ല കേട്ടോ.
ഈ പൂരിപ്പിക്കേണ്ടത് ഇത് അതുപോലെ പകർത്തി എഴുതുക. നെക്സ്റ്റ് പേജില് ഈ ലെസന്റെ പേര് എഴുതുക. പാട് ചാറ് പേരെഴുതുക. ഈ വേർഡ്സ് ഒക്കെ 5 ടൈംസ് എഴുതുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡും അതിന്റെ നേരെ എഴുതുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ ഈ വേർഡ്സ് എല്ലാം ഒരു പ്രാവശ്യം എഴുതണം. ഇതെല്ലാം അവിടെ ഇരുന്ന് എഴുതിക്കോട്ടാ. ബൈ, സീ യു നെക്സ്റ്റ് പീരീഡ്. ഞാൻ ചോദിക്കാൻ